ദേഷ്യമൊക്കെ മാറ്റി നല്ല സ്വഭാവക്കാരായിട്ട് നടക്കാവുന്ന അതാണ് സൈക്കോ സോമാറ്റിക്കാവുന്നത്. സൈക്കോ എന്ന് പറഞ്ഞാൽ മൈൻഡാണ്, സോമ എന്ന് പറഞ്ഞാൽ ബോഡിയാണ്. ഈ സൈക്കോ ഒറ്റ എടുത്താൽ മതി നമ്മുടെ സോമയെ ഇല്ലാണ്ടാക്കാൻ. അപ്പൊ ഇത്രയും നല്ല ശരീരത്തില് ഈ സോമ നമ്മളെ ഇല്ലാണ്ടാക്കാൻ ഈ സൈക്കോ വിചാരിച്ചാൽ മതി. എന്നും ഒരുത്തരോട് പകയാ. ഒന്നും എന്റെ തൊട്ടടുത്തുള്ള ആളോട് ഞാൻ പകയായി കേൾക്കുന്നുണ്ടോ, എനിക്ക് മിക്കവാറും ബി പി ഉണ്ടാവും. ഞാൻ ബി പി രോഗിയായിരിക്കും, സാധ്യത കൂടുതലാണ്. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തർ ദിവസത്തിന്റെ പ്രവർത്തനം, ശാരീരികമായും മാനസികമായ ആരോഗ്യം, ആത്മീയമായ ഒരു പ്രവർത്തനം, സ്പിരിച്വൽ പ്രവൃത്തി, ഇതെല്ലാം കുടികൊള്ളുന്ന നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും നിങ്ങളുടെ സോളിനും കുടികൊള്ളുന്ന എനർജിയുടെ പ്രത്യേക രൂപഭാവങ്ങളാണ്. അപ്പൊ ഞാൻ സംസാരിക്കുന്ന എനർജി വേണ്ടേ, ഞാൻ ക്ലാസ്സുകളിൽ എനർജി വേണ്ടേ? ഞാൻ മൈൻഡ് ഫോക്കസ് സയന്റിഫിക്കായിട്ട് ട്രെയിനിങ് എടുക്കുന്ന ഒരാളാണ്. രാവിലെ അവരോട് ഞാൻ പറഞ്ഞു 3 ട്രെയിനിങ്ങുകൾ കഴിഞ്ഞു അല്ലേ? 3 ട്രെയിനിങ് കഴിഞ്ഞു, 4 എത്ര കഴിഞ്ഞു? 6 ട്രെയിനിങ് കഴിഞ്ഞു. അതൊക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നു എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ട് ഈ നെറ്റ്വർക്ക് സിസ്റ്റത്തില് ആരും അത് ചെയ്യുന്നില്ല, ആരും അത് കേൾക്കുന്നില്ല, പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് നമ്മുടെ ചക്രാസിന് വേണ്ടി നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ്. ഈ കഴിഞ്ഞ ജനറൽ ശ്രീകാര്യത്തോട്ട് ഉറക്കമില്ല ഡോക്ടർ, 5 കൊല്ലം കണ്ടു. 5 വർഷം പല ഡോക്ടർമാരെ കണ്ടപ്പോൾ ഉറങ്ങണില്ല. ഞാൻ എന്താ പറയാം, ഡിഗ്രി കുറവുണ്ടായിരുന്നു ഡോക്ടർ, ഡിഗ്രി കൊടുത്തിട്ട് ഉറങ്ങാനില്ല. അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ സ്വഭാവം ഒന്ന് മാറ്റിക്കൂടെയാണ്, ഈ സ്വഭാവം ഒന്ന് മാറ്റിക്കൂടെ എന്ന് കാര്യം എന്നാ പറഞ്ഞേ. ഒരു ഡോക്ടറെ സ്വഭാവം ഒന്നും മാറില്ല, ഇവിടെ കല്യാണം ചെയ്തത് 35 കൊല്ലായി, ഇതുവരെ മാറ്റിയിട്ടുണ്ടെങ്കിൽ മാറുമെന്നാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ചക്കട പ്രാക്ടീസ് ചെയ്യുക. 3-ാം ദിവസം പറഞ്ഞു, ഇവിടെ പൂച്ച പോലെയായി, ഇവിടെ സ്വഭാവം മാറി, ഇവിടെ പിടിക്കുകയായി, ഉറക്കം കെട്ടി തുടങ്ങി. എന്നാ കാരണം, ഞാൻ ചക്കട ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. ദേഷ്യം നിങ്ങൾക്ക് നാശമാണ്, ദേഷ്യം ടോക്സിൻ ഉണ്ടാകും, ഓരോ കെമിക്കൽ റിയാക്ഷൻ നടക്കും, ഇമോഷണൽ ടോക്സിൻ ഉണ്ടാവും. അപ്പോൾ വൈബ്രേഷൻ മാറിപ്പോവും, ഫ്രീക്വൻസി മാറിപ്പോവും, രോഗാവസ്ഥയിലേക്ക് മാറിപ്പോവും. ഇത് വരാതിരിക്കണമെന്ന് എന്ത് വേണം? നല്ലൊരു മനുഷ്യന്റെ ഉടമസ്ഥനായിരിക്കുക, നല്ലൊരു മനുഷ്യന്റെ ഉടമസ്ഥനായിരിക്കുക. ഞാൻ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു, എനിക്ക് ദേഷ്യമില്ല, അതുപോലെ ഞാൻ ദേഷ്യമില്ല. പെട്ടെന്ന് ഇടത്തിയാണ് ദേഷ്യം. ഞാൻ പഠിക്കുമ്പോൾ എന്താണ് ദേഷ്യം? ഇത് ദേഷ്യം കൊലപാതകമാണ്. ഞാൻ പറയാം, നിങ്ങളോട് തന്നെ നിങ്ങൾ ചെയ്യുന്ന കൊലപാതകം, നിങ്ങളുടെ ബ്രെയിൻ ന്യൂറോളജിസ്റ്റ് ചെയ്യുന്ന കൊലപാതകമാണ്. അത്ര കടുത്ത രീതിയിലാണ് പറഞ്ഞത്. എന്താ കാരണം? ദേഷ്യമില്ലാത്തവർക്ക് രോഗം കുറവായിരുന്നു. ഇതൊന്നും അറിയുന്നല്ല കേട്ടോ, കുറേ വേറെയൊന്നും കാണും, വേറെ എന്തെങ്കിലും കാര്യം അവർക്ക് കാണും. അപ്പോൾ ദേഷ്യം, സങ്കടം, നിരാശാബോധം, ഇതൊക്കെ നമ്മൾ ഈ കുറഞ്ഞ് കഴിക്കുമ്പോൾ നമ്മളിന്ന് മാറ്റാൻ തയ്യാറായാൽ പല മാറാൻ രോഗം മാറുന്നതാണ്. പലതും ഇന്ന രോഗങ്ങളല്ല, പല രോഗം മാറ്റാൻ പറ്റും. ഇത് സൈക്കോളജി ആയിട്ട് പറയാം. അത് ഞാൻ കൂടുതൽ കിട്ടുന്നില്ല. ഞാൻ ജീവിത ഹോളിസ്റ്റിക് പ്രാക്ടീസിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരു തെറാപ്പി കളവ് പറഞ്ഞു.